നൃപൻ നേരത്തെ രാഷ്ട്രീയ നിരീക്ഷകനായ രതീഷ് ചക്രവാണി പറഞ്ഞതുപോലെ വലിയ ആഴങ്ങളിലേക്ക് നമ്മളുടെ ഈ വാർത്ത സൂചിപ്പിക്കുന്ന പല വിധത്തിലുമുള്ള തെളിവുകൾ പുറത്തെത്തുകയാണ്. അമ്മയുടെ താരസംഘടന അമ്മയുമായി ബന്ധപ്പെട്ട് തന്നെ ഈ BJPയുടെ ലിങ്ക് പുറത്തെത്തിയതാണ്. നേരത്തെ തന്നെ കൊടകര, ഇപ്പോഴിതാ കൊടി വിവാദത്തിൽ തുടങ്ങുന്നു, അത് കൂടുതൽ തലങ്ങളിലേക്ക് ഉയരുന്നു. ഒരു ABVP തലത്തിൽ, വിദ്യാർത്ഥി തലത്തിലുള്ള ഒരു നേതാവിന് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപയുമായി ഇങ്ങനെ സെൽഫി എടുക്കാനാകുന്നത്? BJP കേരളത്തിൽ ഇത്ര അധികം പണമാണ് ഈ രീതിയിൽ അനധികൃതമായി ഒഴുക്കുന്നതെങ്കിൽ ഈ രാജ്യത്താകമാനം എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി? ഇങ്ങനെയുള്ള വലിയ ആശങ്ക രാജ്യം ഭരിക്കുന്ന പാർട്ടിയെക്കുറിച്ചുണ്ടാവുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല നൃപൻ. അജിംഷാദ് കേരളത്തിൽ അവർ അധികാരത്തിലെത്തുമെന്ന് കരുതി മത്സരിച്ചൊരു തെരഞ്ഞെടുപ്പൊന്നുമല്ല. എന്നിട്ട് പോലും ആ കേരളത്തിൽ എന്തുമാത്രം ഫണ്ടാണ് ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലും BJP ഒഴുക്കിയത് എന്ന കാര്യം നേരത്തെ തന്നെ LDF ശക്തമായ ആരോപണം ഉന്നയിച്ചിരുന്നു. അവർ വിജയിക്കാത്ത മണ്ഡലങ്ങളിൽ പോലും അവർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ കോടികൾ ഒഴുക്കിയിരുന്നു. പലതരത്തിലുള്ള രാഷ്ട്രീയ അടിയൊഴുക്കിന് അവർ വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഏത് തരത്തിലാണ്, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ് ചില മണ്ഡലങ്ങളിൽ ഉപയോഗമുണ്ടായതെന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ചർച്ച ചെയ്തതാണ്. അത് വേറെ വിഷയം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇറക്കിയ ഫണ്ടിൽ ദില്ലിയിൽ നിന്ന് വന്ന തുക ചില വിഭാഗം നേതാക്കളുടെ പോക്കറ്റിലേക്ക് പോയി. കാരണം ഇപ്പോഴത്തെ ഔദ്യോഗിക വിഭാഗം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ചുരുക്കം ചില നേതാക്കളും മാത്രമാണ്. മറിച്ച് V മുരളീധരൻ്റെയും ഒപ്പം തന്നെ പഴയ K സുരേന്ദ്രൻ്റെയും വിഭാഗമല്ല ഇപ്പോൾ സജീവമായിട്ടുള്ളത്. അവർ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ രാജീവ് ചന്ദ്രശേഖരൻ നിയമത്തെ സ്ഥാനാർത്ഥിയായി അദ്ദേഹം ആ മണ്ഡലത്തിൽ മാത്രം ഫോക്കസ് ചെയ്യേണ്ട അവസ്ഥയുണ്ടായി. ഒപ്പം തന്നെ V മുരളീധരൻ മുൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റാണ്, കേന്ദ്രമന്ത്രിയാണ്, ഏറ്റവും പരിണതപ്രജ്ഞനായ നേതാവാണ്. അദ്ദേഹത്തിന് കഴക്കൂട്ടം മണ്ഡലത്തിൽ മത്സരിച്ചു, അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കേണ്ടി വന്നു. മറ്റൊന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്ന PK കൃഷ്ണദാസ് കാട്ടാക്കടയിൽ മത്സരിച്ചു. അദ്ദേഹം ദേശീയ നിർവാഹക സമിതി അംഗം കൂടിയാണ്. അദ്ദേഹത്തിന് കാട്ടാക്കടയിലായിരുന്നു മണ്ഡലത്തിൽ മത്സരിച്ചു. അതുകൊണ്ട് അവിടെ പ്രവർത്തനത്തെ കേന്ദ്രീകരിച്ചു. അപ്പോൾ ഈ പ്രവർത്തനത്തിന് വേണ്ട ഫണ്ടെല്ലാം ചില കൈകളിലൂടെ ഒഴുകി നടന്നു എന്നതാണ്. അതിൽ ചിലവഴിച്ച ശേഷം തന്നെ വ്യാജ ബില്ലുകൾ സമർപ്പിച്ചു. ഒരു ഉദാഹരണം കൂടി പറയാം. ഈ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്ക് PR ടീമുണ്ടായിരുന്നു. ഓരോ സ്ഥാനാർത്ഥികൾക്കും, കൃഷ്ണദാസനാകട്ടെ, രാജീവ് ചന്ദ്രശേഖരനാകട്ടെ, മുരളീധരനാകട്ടെ, ശക്തമായ PR ടീം അവരുടെ നേതൃത്വത്തിൽ തന്നെ മാസങ്ങൾക്ക് മുമ്പ് ക്യാമ്പ് ചെയ്ത് നടത്തിയതാണ്. ഈ PR ടീമിൽ നടത്തിയ പ്രവർത്തനങ്ങൾ മുഴുവൻ അത് വൗച്ചറായി കൊടുത്തു എന്നതാണ്. അപ്പോൾ ഈ മീഡിയ കമ്മിറ്റി, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്ത ഈ ടീം അത് പ്രത്യേക ബില്ലുകളായി തയ്യാറാക്കി അതും കേന്ദ്രത്തിൽ നിന്ന് ദേശീയ നേതൃത്വത്തിന് കണക്കായി അവതരിപ്പിച്ചു. അതായത് മൊത്തം കൈപ്പറ്റിയ തുക കണക്കായിട്ട് ഡിവൈഡ് ചെയ്തു എന്നതാണ്, മൈനസ് ചെയ്തു എന്നാണ്. അത് അപ്പോൾ തിരിച്ചടയ്ക്കേണ്ടി വരുന്നില്ല. ആ തുക തിരിച്ചടയ്ക്കേണ്ടില്ല. ഇവിടെ ചെലവഴിച്ച തുക, പോക്കറ്റിലേക്ക് പോയ തുകയ്ക്ക് കണക്കായി ബില്ലുകൾ സമർപ്പിക്കുന്നു. അങ്ങനെയാണ് അഞ്ജനയ്ക്ക് ഈ 1.5 കോടിയുടെ ഒരു ബില്ല് സമർപ്പിക്കേണ്ടത്. ഈ ബില്ല് കൈയോടെ പിടിക്കാൻ കാരണം അത് അഞ്ജന മുൻ നേതാക്കൾ കാണിച്ചത് എത്ര സൂക്ഷ്മത അക്കാര്യത്തിൽ കാണിച്ചില്ല എന്ന്. കാരണം കേന്ദ്രത്തിൽ ഇത് ഓഡിറ്റ് ചെയ്യുമെന്ന് അഞ്ജനയ്ക്ക് അറിയില്ലായിരുന്നു. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനൊരു 1.5 കോടിയുടെ കൊടി ഇവിടെ എത്തിച്ചു, അതിന് തുല്യമായ ബില്ല് ഇവിടെ കൊടി തയ്യാറാക്കി എന്ന തരത്തിൽ ഒരു ബില്ല് അഞ്ജന സമർപ്പിക്കുന്നു. പക്ഷേ കേന്ദ്രത്തിൽ പോയി ഈ ഓഡിറ്റ് വന്നപ്പോൾ രണ്ട് കണക്കും തമ്മിലൊരു മിസ്മാച്ച് വന്നു. അവിടെയാണ് അഞ്ജന കൈയോടെ പിടിക്കപ്പെടുന്നത്. അവിടെ നിന്നാണ് തുടർ അന്വേഷണങ്ങൾ നടന്നത്. ആ അന്വേഷണത്തിലാണ് ഈ PR ടീമുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള വ്യാജ ബില്ലുകൾ, ഒപ്പം തന്നെ ഇങ്ങനെ പണം കോടിക്കണക്കിന് രൂപ ചില പോക്കറ്റുകളിലേക്ക് പോയത്, ഒപ്പം തന്നെ ഇനി കൂട്ടിച്ചേർക്കാനുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഈ ഡ്രോൺ തരത്തിലുള്ള പ്രചരണം, ഒരു ഡ്രോൺ ക്യാമ്പയിനൊക്കെ അവർ സംഘടിപ്പിച്ചായിരുന്നു. ഡിജിറ്റൽ പ്രചരണത്തിന് വലിയ ഉപാധികളുണ്ടായിരുന്നു. UP യിൽ നിന്നൊക്കെ തന്നെ ഡിജിറ്റൽ സ്ലൈഡുകളൊക്കെ അടക്കം പ്രചരിപ്പിക്കുന്ന ഡിജിറ്റൽ വാഹനങ്ങൾ ഇവിടെ എത്തിയിരുന്നു. LED ക്യാമ്പയിൻ നടത്താൻ, ജംഗ്ഷനിലൊക്കെ വലിയ തരത്തിൽ ക്യാമ്പയിൻ നടത്താനുള്ള വാഹനങ്ങൾ ഇവിടെ എത്തിയിരുന്നു. ഇതൊക്കെ തന്നെ മൊത്തത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വന്ന പലതും ഇവിടെ കണക്കായി എഴുതി ചേർക്കുകയും വാഹനങ്ങൾ ഒന്നിച്ച് പർച്ചേസ് ചെയ്തതുമായി ബന്ധപ്പെട്ടും വലിയ തരത്തിൽ അഴിമതിയുണ്ട്. ഈ ബില്ലുകളെല്ലാം ആകെ പരിശോധിക്കാനാണ് ഇപ്പോൾ സമിതി തീരുമാനിച്ചുള്ളത്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കുമ്മനം രാജശേഖരനും PK കൃഷ്ണദാസും അടങ്ങുന്ന ഒരു സമിതിയാണ് രൂപീകരിച്ചിട്ടുള്ളത്. BJP ആഭ്യന്തരമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. RSS ഇക്കാര്യത്തിൽ ശക്തമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. ഈ പറഞ്ഞ നേതാക്കളോടെല്ലാം പദവിയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചില നേതാക്കൾ ഇതിൻ്റെ ഭാഗികമായി തുക അടച്ചിട്ടുമുണ്ട്. കാരണം ഭാഗികമായി തുക 1.5 കോടി എടുത്തൊരു നേതാവ് കുറച്ച് തുക തിരിച്ചടച്ചിട്ടുണ്ട് എങ്കിൽ ആ പണം എവിടെ നിന്ന് വന്നു? അത് പണം അയാളെ കൈവശം കൊണ്ടുപോയി കൊടുത്ത ബില്ല് വ്യാജമാണ് എന്ന് അയാൾ പകൽ പോലെ സമ്മതിക്കുകയാണ്. ഒപ്പം തന്നെ നേരത്തെ പലതരത്തിലുള്ള വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ നേതാവിന് തന്നെ സഹകരണ ബാങ്കിലുണ്ടായിരുന്ന ലോണുകൾ മുഴുവൻ ക്ലോസ് ചെയ്തു. അവർ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ ഒരു പുതിയ വാഹനം ഇറക്കി. ഒപ്പം തന്നെ ചില നേതാവ്, സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവ് പെട്രോൾ പമ്പ് ആരംഭിച്ചു. അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട
നേതാക്കളുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ, ആ ടീമിൻ്റെ പേജിൽ തന്നെ, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുകയും നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ വിഷ്വലും കൊടുത്തിട്ടുണ്ട്. ഈ തുക എവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചു എന്ന കാര്യത്തിൽ ചോദ്യം BJPക്ക് അകത്ത് തന്നെ ഉയർന്നിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായി പണമാണ് ഇതിങ്ങനെ കൊണ്ടുപോയിട്ടുള്ളത്. അത് സംബന്ധിച്ച് BJP അണികളെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. ശക്തമായ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അജിംഷാദ്.